പാട്ടുകുറുമ്പുകളുടെ പ്രിയപ്പെട്ട വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി നമ്മുടെ സ്വന്തം ഋതു വീണാണ് എത്തുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ഋതുക്കുട്ടി ഓൺ സ്റ്റേജ്. ഋതു എന്തോ എന്തുണ്ട് പിന്നെ? സുഖം തന്നെ. ആദ്യത്തെ പാട്ട് കലക്കിയില്ലേ? എത്ര മാർക്ക് കിട്ടി? 95. ആ നല്ല മാർക്കാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടുന്നേ? കസ്തൂരി തൈലമിട്ട് മുടി എനിക്ക്. ക്ലാസിക് സോങ്. ഏത് വർഷമാണത്? 1969. ഓ എന്റെ അമ്മേ. മ്യൂസിക് ഡയറക്ടർ ദേവരാജ മാസ്റ്റർ സർ. ബാക്കി പറഞ്ഞോളൂ. ലിറിക്സ് വയലാർ രാമവർമ്മ സർ. പിന്നെ പാടിയത് മാധുരി അമ്മ. എം ജി ഞങ്ങൾ ഇപ്പൊ ഒരു സർപ്രൈസ് ഉണ്ട്. ഞാനൊരു വീഡിയോ കാണിച്ചിരട്ടെ. കാണാം. അമ്മേ അമ്മ എന്തിനാ കരയുന്നേ? ഹോസ്പിറ്റലാ? ആ എന്തുവാവേ കുഞ്ഞുവാവ? കുഞ്ഞുവാവയ്ക്ക് സുഖാണോ? കുഞ്ഞുവാവ. സുഖാണ് സുഖാണ് സുഖായിട്ടിരിക്കുന്നു. അവള് ഫസ്റ്റ് ടൈം കാണുവാണോ ഇത് വഴി? കുഞ്ഞുവാവെ കാണുന്നേ? ഇന്നലെയാണ് പ്രസവിച്ചത് അല്ലേ? കുഞ്ഞൊക്കെ സുഖമായിരിക്കുന്നോ? അവളുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരിക്കും? അവളുടെ കുഞ്ഞനുജത്തി അവള് പാടുന്നതിന് മുൻപ് കാണുവാ. കുഞ്ഞനിയൻ. ഓക്കെ, ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓക്കെ, സന്തോഷമായി. ഒരു കുഞ്ഞനുജം വന്നു അല്ലേ? ഇനിയിപ്പോ പേരൊക്കെ ഇടണം അല്ലേ? ആ ഫ്ലോർ പറഞ്ഞ പേരാ ഇടാൻ പോന്നെ. ഋതുവേദ അല്ലേ? അപ്പൊ ഓൾ ദ ബെസ്റ്റ് മോളെ. പാടും. താങ്ക് യു സർ. കസ്തൂരി തൈലമിട്ട് മുടി മീനുക്കി മുത്തോട് മുത്തു വച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വച്ച വള കിലുക്കി മന്ദാര കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യ ചട്ടമിട്ട പുതുക്ക പെണ്ണ് മാറില് മഞ്ചാടി മറുകുള്ള മിടുക്കി പെണ്ണ് കസ്തൂരി തൈലമിട്ട് മുടി മീനുക്കി മുത്തോട് മുത്തു വച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വച്ച വള കിലുക്കി തെറുക്കണം തളികയിൽ കൊടുക്കണം താമര വിശറികൾ വീശേണം തളിർവെട്ട തെറുക്കണം തളികയിൽ കൊടുക്കണം താമര വിശറികൾ വീശേണം കസ്തൂരി തൈലമിട്ട് മുടി മീനുക്കി മുത്തോട് മുത്തു വെച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വെച്ച വള കിലുക്കി
വിശറികൾ വീശേണം തളിർവെറ്റ തെറുക്കണം തളികയിൽ കൊടുക്കണം താമര വിശറികൾ വീശേണം കസ്തൂരി തൈലമിട്ട് മൂടി മിനുക്കി മുത്തോട് മുത്തു വച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വച്ച വളകിലുക്കി മന്ദാര കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മാറുകൊള്ള മിടുക്കി പെണ്ണ് കസ്തൂരി തൈലമിട്ട് മൂടി മിനുക്കി മുത്തോട് മുത്തു വച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വച്ച വളകിലുക്കി. ആഹാ ശബാഷ്, ശബാഷ്. ഗ്രൂപ്പ് കലക്കി കേട്ടോ, കലക്കി അടിപൊളിയായിരുന്നു. കഞ്ഞി വെച്ച്. ഋതുക്കുട്ടി എന്തോ അസലായിട്ട് പാടി കേട്ടാ, താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഇതിനകത്ത് ഒരു രണ്ട് കാര്യമേ ഉള്ളൂ. അത് ഒരു മനുഷ്യന് സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഒരു ചെറിയ വെള്ളി, അത്രയല്ലേ ഉള്ളൂ. പിന്നെ മറ്റേ ആ എന്താ അതില് ആദ്യത്തെ ഒരു രണ്ട് വരി മറന്നുപോയി. ഒരു ചെറിയ കൺഫ്യൂഷൻ ഒന്ന്, പിന്നെ ഒരു ചെറിയ വെള്ളി രണ്ട്, പിന്നെ ഒരു മിഴുങ്ങല്. പിന്നെ ഒരു മിഴുങ്ങല് അതെ, മൂന്ന്. അങ്ങനെ ഇത്രേ ഉള്ളൂ. പിന്നെ അത് വേറെ കാര്യമുണ്ട്. ആദ്യമായിട്ട് എന്താണ് അനിയനെ കണ്ട ഒരു എക്സൈറ്റ്മെന്റും ബാക്കി ഇതെല്ലാം കൂടെ മനസ്സിൽ കിടക്കുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ പുതിയ സീസണിലെ രണ്ടാമത്തെ പാട്ടാണ് കുട്ടി പാടുന്നത്. ഫിനാലയുടെ ഒരു സ്റ്റാൻഡേർഡിലാണ് പാടിയിരിക്കുന്നത്. സമ്മതിച്ചു തന്നിരിക്കുന്നു, സമ്മതിച്ചു തന്നിരിക്കുന്നു. വേറെ ഏത് കൊച്ചാണേലും എനിക്ക് അനിയനെ കാണണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് ഓടില്ലേ, ഈ കൊച്ചു അനിയനെ ഹോസ്പിറ്റലിൽ പോലും കാണാതെ ഇവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് കണ്ടിട്ട് മത്സരത്തിന് പാടിയില്ലേ. പാടിയത് ആർക്ക് വേണ്ടിയാ? അനിയന് വേണ്ടിയല്ലേ? ആ, അപ്പൊ ഇത്രയും വിഴുങ്ങാതെ ഇത്രയെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റിയില്ലേ. അതെ, അത് അനിയന്റെ അടുത്തുള്ളൊരു ഗൽഗതമാണ് അങ്ങനെ അല്ലേ? ഋതുക്കുട്ടി നന്നായിരുന്നു മോളെ, താങ്ക് യു മാം. നല്ല രസമുണ്ടായിരുന്നു. ഒന്ന് പറയണം, മോളുടെ വോയിസ് നല്ല ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. താങ്ക് യു മാം. അത് മാത്രമല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് ആണ്. ആകെ അത് നോർമൽ സംഭവിക്കുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ അത് മാത്രമേ വിഴുങ്ങലും തുപ്പലും ഇതൊക്കെയുള്ളൂ പറയാനുള്ള കാരണം റിമി പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ, മോളുടെ മനസ്സിൽ ഇപ്പൊ ഋതുവേദം ഉണ്ടായിരുന്നോ? കുഞ്ഞു കുട്ടി ഇല്ലേ? ഋതുവീണ, ഋതുവർണ്ണ, ഋതുവേദ്. ആഹാ, അപ്പൊ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ കുട്ടി അതൊക്കെ പോവാതെ എത്രയും ഡെഡിക്കേഷനിൽ പടിമിടിക്കി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ചക്കരക്കുട്ടി, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഓൾ ടൈം ഹിറ്റ്, എല്ലാരും കൈയടിച്ച് ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്ത് രസമായിരുന്നു. മാപ്പിളപ്പാട്ടുകൾ എന്താ പറയാ, എല്ലാവർക്കും അറിയാവുന്ന മാപ്പിളപ്പാട്ടെന്ന് പറയാൻ പറ്റില്ല, ജനകീയമായ ഒരു സിനിമാ പാട്ടിലെ ഒരു മാപ്പിളപ്പാട്ടെന്ന് അല്ല, എന്താ പറയാ ഇതിനെ, അതെ അതെ, അങ്ങനെ ആഘോഷിക്കാവുന്ന എല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാവരും ഏറ്റുപാടി, എല്ലാവർക്കും ബൈഹാർട്ടായ വരികളും ട്യൂണും. ദേവരാജ മാഷ്, മാധുര്യമ്മ, വയലാർ രാമവർമ്മ സാറിന്റെ വരികൾക്ക് ഓൾ ടൈം ഹിറ്റായ ഒരു പാട്ട് അത്ര രസകരമായിട്ട് മോള് പാടി കേട്ടോ. കലക്കി, നല്ലൊരു സോങ് സെലക്ഷൻ കേട്ടോ, സൂപ്പർ. സോ ഋതുക്കുട്ടി, എന്തോ ഇതൊക്കെ ഞങ്ങൾ മറക്കുന്നു. ഒരു പേടിച്ചു പോയി മോളെ. ട്രീറ്റ് തന്നില്ലല്ലോ, എന്നോട് മറന്നുപോയി. ഞാനോ? ഞാന് ട്രീറ്റ് തന്നില്ലല്ലോ. അങ്ങനെയാണോ? ഞാൻ പേടിച്ചു പോയി. തരണ്ടേ? ട്രീറ്റ് എന്ത് ഇപ്പൊ തരാ. ആരെങ്കിലും എവിടെ ട്രീറ്റ് എന്ത് ചെയ്യുന്നേ? വിശന്നിട്ട് വയ്യ. ട്രീറ്റ് വരുന്നവരെ ഞാൻ MG സാറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. MG സാറിനോടാണ് ഞങ്ങളോട്? എല്ലാരോടും. ശരി. 4 അക്ഷരമുള്ള ഒരു വേർഡ്. 4 അക്ഷരമുള്ള വേർഡ്. ആദ്യത്തെ 2 അക്ഷരം കൊണ്ട് വീടുണ്ടാക്കാം. ആദ്യത്തെ 3 അക്ഷരം കൊണ്ട് ഒരു ക്യാരക്ടറിന്റെ നെയിമാ. 3 അക്ഷരം. അവസാനത്തെ 2 അക്ഷരം ഒരു മരാണ്. അതൊരു സ്ഥല. ഏതാ സ്ഥലം? ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലം. അവസാനം വരുന്ന മരം ഒന്നായിരിക്കും. ചെറുതോണി അല്ല, കട്ടപ്പന. മീനൂട്ടി സ്പെഷ്യലിസ്റ്റ് ആണ് ഇതിന്റെ. മീനൂട്ടി 1233 47 എത്ര? ട്രീറ്റ് പെട്ടെന്ന് കൊണ്ടുവരണം കേട്ടോ. ചോക്ലേറ്റ്. ഇത് 5 അപ്പം കൊണ്ട് 5000 പേര് ഭക്ഷിക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ
താങ്ക് യു മതിയടാ എന്തായാലും മതി. ഓക്കെ താങ്ക് യു ഫോർ ദ ട്രീറ്റ് കേട്ടോ. താങ്ക് യു സാർ. ഇനോട്ട് ഞാൻ കൂടെ തരണം കേട്ടോ. ഓക്കെ സോ ഇതൊക്കെ ഉണ്ടെങ്കിലും മോളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി, പാട്ടിലുള്ള പൊട്ടൻഷ്യൽ. സോ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. ആദ്യ ഒരു ഋതുഭേദം പൂക്കുറ്റി. താങ്ക് യു സാർ. അമ്മയോട് ഒക്കെ അന്വേഷണം ഒറ്റയ്ക്ക് തിന്നല്ലേ? വിശ്വാസമില്ല. ബൈ ബൈ ബൈ. ടാറ്റാ. തൃശ്ശൂരിന്റെ സ്വന്തം പാട്ടുകാരി നമ്മുടെ സ്വന്തം സെബാമൂൺ ആണ് എത്തുന്നത്. വിളിച്ചാലോ? വെൽക്കം സെബാമൂൺ ഓൺ സ്റ്റേജ്. ഹലോ. സെബാ സെബാ ഓ സെബാ ഓ സെബാ സെബാ സേ. അങ്ങനെ ഒരു പാട്ടില്ലേ? ഉണ്ടോ? സെബാ സേ. ഓ, ഹവാ ഹവയാ. എനിക്ക് ഒറിജിനൽ ആ അതാണ്. ഹായ് സബ. ഹായ്. ഹായ് ഹൗ ആർ യു? ഐ ആം ഫൈൻ. നല്ല കോസ്റ്റ്യൂം കേട്ടോ. അതെ നല്ല രസമുണ്ട്. നല്ല Thank you. നല്ല പച്ച. അതെ മോളി പരിപാടികളുള്ള പച്ച പിടിക്കട്ടെ. എന്റെ ചേട്ടാ വീണ്ടും എനിക്ക് ഒരു മെസ്സേജ് വന്നു ചേട്ടന്റെ ഫോട്ടോ ഇട്ടിട്ട്. ബിന്നി മാഡം എന്ന് പറഞ്ഞില്ലേ എംജി സാറിനോട്, വീണ്ടും കണ്ടം വെച്ച കോട്ടിട്ടു. ആ വെള്ള ഷർട്ട് എപ്പോഴും ഇട്ടൊന്ന് മറന്നു പറയാം. ആ എംജി ചേട്ടന്റെ ഷർട്ട് ശ്രദ്ധിക്കാൻ ഒരുപാട് പേരുണ്ട് കേട്ടോ. ആ ഈ ഷർട്ട് ഞാൻ ഇപ്പൊ വാങ്ങിച്ച ഷർട്ടാ. ഇതിന്റെ പകുതി പൈസക്ക് കൃഷ്ണൻ തന്നേക്കാം. കൃഷ്ണകുമാർ അന്ന് പറയുമ്പോ എത്ര പൈസ ആയിരിക്കും? പകുതി പൈസ 50,000. ഇല്ല എനിക്കൊരു 12,500 രൂപ തന്നാ മതി. അപ്പൊ 25,000 രൂപയുടെ ഷർട്ട്. പോട്ടെ ഒരു 10,000. കൈവാക്കിനായിരിക്കുന്നത്. മോളെ ചക്കരെ എന്തുകൊണ്ട് വിശേഷം? പിന്നെ വീട്ടിലൊക്കെ നല്ല സുഖം. പിന്നെ എന്റെ വീട് ശരിക്കും പറമ്പ നേരത്തെ തെറ്റിപ്പോയി. പറമ്പ് പറഞ്ഞത് തെറ്റിപ്പോയി. പറഞ്ഞത് ഞാൻ കേട്ട പറമ്പെന്ന് കേട്ടോ പെട്ടെന്ന് മീനൂട്ടി ഞെട്ടി. അതാ എന്റെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ കുറച്ചുകൂടെ പോണം. വള്ളിവട്ടം പൈങ്ങോട് എന്നൊക്കെ പറയുന്ന നേരത്തെ ഇരിഞ്ഞാലക്കൂടെയാന്ന് പറഞ്ഞു. ഇരിഞ്ഞാലക്കുട വെച്ച് നിർത്തി. അയ്യോ പറ, അത് കറക്റ്റ് പറയണം. അവര് വെയിറ്റ് ചെയ്തിരിക്കില്ല നാട്ടുകാര്. വള്ളിവട്ടത്ത് എല്ലാവർക്കും സുഖമാണോ? ആ സുഖാണ്. മോടെ ആദ്യത്തെ പാട്ട് ടെലികാസ്റ്റ് പോയല്ലോ, കണ്ടിട്ട് എന്ത് പറഞ്ഞു എല്ലാരും? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു. ഇഷ്ടമായി. മറിച്ചെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ? ആ ഇതേപോലെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു മാത്രം. അത്രേ ഉള്ളൂ. ആ അപ്പൊ അവര് വരട്ടി. അതാ കൊച്ചു ഓടി വന്ന് ആദ്യം തന്നെ പറഞ്ഞ. ഇരിഞ്ഞാലക്കുട വെച്ച് നിർത്തി എന്തെയും ചോദിച്ചു. ശരി, അപ്പൊ ഇരിഞ്ഞാലക്കൂടെ ഒന്നുകൂടെ പറഞ്ഞാൽ എവിടാണ്? വള്ളിവട്ടം. വള്ളിവട്ടം. ശരി, അപ്പൊ വള്ളിവട്ടം ഏത് പാട്ടാ പാടുന്നേ? ഒന്നാനാം കുഞ്ഞിനെ. ആരാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ? സലിൽ ചൗധരി സാർ. അങ്ങനെ പറയരുത്. എംജി ചേട്ടന്റെ അങ്കിളിന്റെ മാമനാണെന്ന് പറയണം. എം ജി അങ്കിളുടെ മാമൻ. അയ്യോ സത്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അല്ല സലിൽ ചൗധരി അങ്ങനെയൊക്കെ ഒരു ചൗധരി. വേറൊരു കാര്യം പറയട്ടെ, വേറെ ഇന്റർകാസ്റ്റ് മാരേജ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തില്ലേ? അല്ല ലേഖ ചേച്ചിയും മലയാളിയാണ്, ചേട്ടനും മലയാളി. അതുകൊണ്ട് പിന്നെ എന്റെ അമ്മാവൻ ചൗധരി എന്താ കുഴപ്പം? അല്ല നമുക്ക് ടീച്ചറിനെ അറിയാം. ആർക്കാ ഇപ്പൊ പ്രശ്നം? അതായത് അമ്മയുടെ അനിയൻ. ഒരിക്കലും അല്ല ചൗധരി. എന്റെ അച്ഛന്റെ കുടുംബക്കാരെ അറിയോ? ഇല്ല. അപ്പൊ പിന്നെ മിണ്ടായി. ആ ശരി. അതായത് എന്റെ അച്ഛന്റെ കുടുംബത്തിൽ പള്ളിപ്പാടാണ്. ഹരിപ്പാടല്ലേ ചേട്ടാ? ഹരിപ്പാടാണ് എന്റെ അടുത്താണ് പള്ളിപ്പാട്. പള്ളിപ്പാട്. ആ ശരി. അവിടുന്ന് ഞങ്ങള് ബംഗാളി പോയി. ആ എന്നിട്ട് ഈ ബംഗാളി പോണ അല്ല ബംഗാളി പോയിട്ട് എന്ത് പറ്റി? എനിക്കിതിപ്പോ അറിയണം ഈ മാമൻ എങ്ങനെയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ബംഗാളി പാട്ടുകൾ പഠിച്ചോണ്ടിരുന്ന് അവിടെ വെച്ചൊരു സൗഹൃദമായിട്ട് അവിടെ ഒരു ബന്ധമൊക്കെ ഉണ്ടായി. എന്റെ അച്ഛനല്ല, അങ്ങനെ വിചാരിക്കട്ടെ, നമ്മുടെ ഫാമിലിക്ക് ആർക്കോ ഒരാൾക്ക് ബന്ധമുണ്ടായി. ഒരു കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ തലമുറകളായിട്ട് വന്ന് സലിൽ ചൗധരിയുടെ ഞങ്ങളുടെ ഒരു ഫാമിലി ആയിട്ട് വന്നിട്ട് പിന്നെ അങ്ങനെ ചൗധരി. അതെ, അങ്ങനെ മാമനായി. മനസ്സിലായി, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. മാമൻ. ആ മാമൻ. ശരി. വകയിലൊരു മാമൻ. അടുത്തത് ലിറിക്സ് ആരാണ് നമ്മള്? ONV സാർ. ONV സാർ ഇനി ആരെങ്കിലും ആണോ? ONV സാർ എന്റെ അടുത്തായിരുന്നു താമസിച്ചുണ്ട്. അടുത്ത പാടിയത് യേശുദാസ് സാറും വാണിയമ്മ. അപ്പൊ പടം ഏതാ? എയർ ഹോസ്റ്റസ്. മോളെ കണ്ടാലും പറയും ഒരു എയർ ഹോസ്റ്റസ്. ശരിയാട്ടോ, ശരിയാ. കോസ്റ്റ്യൂം മാച്ചിങ്. കൊള്ളാം മോളെ. അപ്പൊ ശരി, തുടങ്ങൂട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.
മോളുകുട്ടി നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു പെപ്പി സോങ് ആണ്. ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് 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 അനങ്ങും അല്ലേ? നമ്മൾ ഈ പാട്ട് ത്രൂ ഔട്ട് നമ്മൾ 3 പേരും ഇത് കാണുന്നവരും ഇങ്ങനെ 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 അങ്ങനെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് വിഷ്വലൈസ് ചെയ്യാം. എന്റെ മാമനല്ലേ, അദ്ദേഹം ചെയ്യുന്ന എല്ലാ പാട്ടുകളും ഒന്ന് എടുത്തു നോക്കി, ഏത് വേണം എടുത്തു നോക്കി, അതെല്ലാം എല്ലാവർക്കും ആപാലവൃദ്ധം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ഒരു കുടുംബത്തിന്റെ ഒരു അത് മാത്രം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ മുഖം മാറി. ആ മാമന്റെ കാര്യത്തിൽ രവി എന്റെ അടുത്ത് ചോദിച്ചു ഇതെല്ലാം കഴിഞ്ഞപ്പോ ശരിക്കും ഞാൻ പറഞ്ഞു ശരിക്കും. ഈ ബംഗാളില് രാധാകൃഷ്ണ സാറ് മറ്റേ ഇത് രാധാകൃഷ്ണ സാറൊന്നും അല്ലെന്ന്, വേറെ ഫാമിലി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി. ഡിഫറെന്റ് ഫാമിലി. അന്ന് തൊട്ടായിരിക്കും ബംഗാളിലോട്ട് ആൾക്കാർ പോയതും ബംഗാളിൽ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ വന്നു. മക്കൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ചെറിയ 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 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ജസ്റ്റ് ഒന്ന് പാടിക്കേ. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ തത്തമ്മേ തത്തമ്മേ. എല്ലാത്തിനും നോട്ടുണ്ട്. ഗാരി സനിത 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 തത്തമ്മേ മേ മേ ഏ ഏ മേ ഏ ഏ തത്തമ്മേ തത്തമ്മേ. ആ നീന്റെ തേന്മാവിൽ 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 ആ ഊഞ്ഞാലാടാൻ 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 വാ. ആ ഈ പാട്ടിന്റെ ഒരു സുഖത്തില് നമ്മൾ ആ ചെറിയ എന്താണ് കടുക് സംഗതികള് നമ്മൾ അങ്ങ് വിടും. പക്ഷെ ഞങ്ങൾ വിടത്തില്ല, ഞങ്ങൾ അതിനെ പിടിച്ചു വയ്ക്കും. പാട്ട് അസാധ്യമായിട്ട് പാടി ഇത് കേൾക്കുന്നവരെല്ലാവരും ആസ്വദിച്ച് കാണും. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഈ കടുക് മണികൾ ഒന്ന് പെറുക്കിയെടുത്ത് അവനെ ഒന്ന് പോളിഷ് ചെയ്ത് പാടിക്കഴിഞ്ഞാൽ മിടുമിടുക്കിയാവും. മിടുക്കിയാണ്, പിന്നെ മിടുമിടുക്കിയാവണ്ടേ? ഓക്കെ, നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിലിംഗ് പറഞ്ഞത്. സെബമോളെ മോളെ നല്ല ഒരു പാട്ട് സെലക്ഷൻ. ഈ മോള് നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല സിംഗറാണ്. ചേട്ടൻ പറഞ്ഞതുപോലെ ഇതിനുള്ളിൽ ഒരുപാട് കുരുട്ട് സംഗതികളുണ്ട്. അതും പ്രത്യേകിച്ച് മകരെ സനിത മകരെ സനിത ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് കറക്റ്റായിട്ട് വന്ന് വീഴാൻ ബുദ്ധിമുട്ട്. ഈ പാട്ടിന്റെ സ്ട്രക്ചർ നമുക്ക് കേൾക്കുമ്പോൾ ഈസിയാണെന്ന് തോന്നിയാലും മോള് ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. മോള് നല്ലൊരു സിംഗറാണ്. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ സീസൺ 2 നമ്മുടെ മിയാക്കുട്ടി ഇത് പാടി അനശ്വരമാക്കിയ ഒരു പാട്ടാണ്. അപ്പം മിയാക്കുട്ടി ഒരു 4 വരി ഇത് പാടുന്നു പറഞ്ഞിട്ടുണ്ട്. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ
നീണ്ടി തീർമാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളി വീടുണ്ടാക്കി. ഒന്നാനം കുന്നിന്മേ കൂടുകൂട്ടും തത്തമ്മേ നീണ്ടി തീർമാവിൽ ഊഞ്ഞാലാടാൻ വാ. താങ്ക് യു. കൊള്ളാട്ടാ. ഇവരൊക്കെ പാടി ഇവിടുന്ന് പോയി പിന്നെ എവിടെയൊക്കെ പോയി കറങ്ങി നടന്ന് ബിസി ആർട്ടിസ്റ്റായി അല്ലേ? എന്റെ കൂടെ ഓസ്ട്രേലിയയിലൊക്കെ പല രാജ്യങ്ങളൊക്കെ താണ്ടി ഇന്ന് ഇവരുടെ ഒരു ഡേറ്റ് ഒക്കെ കിട്ടാൻ വലിയ പാടായി. പല ഭാഷക്കാർ ഈ മേഘന ഇസ്രായേല് ഒക്കെ പോയി പ്രോഗ്രാം അല്ലേ? ഇസ്രായേൽ പോകാൻ പറ്റി, തായ്ലാന്റ്, ശ്രീലങ്ക, ലണ്ടൻ, UK, അയർലൻഡ്, സ്കോട്ട്ലൻഡ്. ഞാൻ ഈ കൊച്ചിനെയൊക്കെ തമിഴ് ചാനലിലൊക്കെയാ കണ്ടേക്കുന്നത്. തമിഴ് ഭയങ്കര ഫേമസ് ആണ്. അവിടെ ചിത്രചേച്ചിയോടെ ഒക്കെ എന്തൊക്കെയോ വലിയ സംസാരമൊക്കെ സംസാരിച്ച് പാടുന്നതും ആക്ഷൻസും ഡാൻസും ഒക്കെ കളിച്ച് അവരുടെയൊക്കെ അല്ലേ? ദേവസാറിന്റെ പെറ്റ് ഒക്കെയാണ് അവള്, മേഘന. ചേച്ചി കുറച്ചുകൂടെ കൂടുതൽ അറിയാം ചെന്നൈയിലെ കാര്യങ്ങൾ. അവിടുത്തെ ന്യൂസുകൾ ഇങ്ങനെ വരുമ്പോ ഇവളുടെ എന്ന് പറഞ്ഞ പോലെ പഴയ സീസണിൽ കണ്ടോ ഇതുപോലെ ആവണം കേട്ടോ. എന്നിട്ട് ഈ സൈഡിൽ വന്നിരുന്നിട്ട് അന്ന് മോള് പാടിയ പാട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാടി ഹിറ്റാക്കിയ പാട്ടെന്ന് പറഞ്ഞ് ഈ സൈഡിൽ ഇരുന്ന് ഇതുപോലെ പാടണം കേട്ടോ. അതുപോലെ പാടാൻ പറ്റും. കാരണം മോളിപ്പോ ഭയങ്കരമായ ടഫായിട്ടുള്ള പാട്ട് പാടണോ എന്നൊന്നുമില്ല. പാടുന്ന പാട്ട് നമ്മൾ പെർഫെക്റ്റ് ആക്കി നീറ്റായിട്ട് മോളുടെ നല്ല ശബ്ദമാണ് അല്ലേ? നല്ല രസമായിട്ട് നല്ല ക്യൂട്ട് വോയിസ് ആയിട്ട് നല്ല നീറ്റായിട്ട് മോള് പാടി കുഞ്ഞു 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 സംഗതികളിലൊക്കെ പക്ഷെ നല്ല കോൺഫിഡൻസോട് കൂടി മോള് പാടി നന്നായിട്ട് പ്രസന്റ് ചെയ്തു. നല്ല രസമുണ്ട് മോള്. എനിക്ക് തോന്നുന്നു മോള് ഇനി ഒരുപാട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു സിംഗറായിട്ടാണ് എനിക്കും തോന്നുന്നത്. നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. നല്ല സ്വിങ് ചെയ്യിപ്പിക്കുന്ന ഒരു പാട്ടായിരുന്നു. നല്ല ഒരു പ്ലസന്റ് ആക്കി നമ്മളെ എല്ലാവരെയും ഒറ്റപ്പാട്ടിലൂടെ കയ്യിലെടുത്തു കേട്ടോ. അപ്പൊ സൂപ്പർ. താങ്ക് യു മാം. സെബ ആരാ ഇപ്പൊ ഒന്നും വേണ്ട. സെബയ്ക്ക് റിലേറ്റീവ്സ് ഉണ്ടോ? വെളിയിൽ വല്ലവരും ഉണ്ടോ? എവിടൊക്കെ ഉണ്ട്? കാനഡ. അവിടുന്ന് വിളിച്ചോ? മെസ്സേജ് ഉണ്ടായിരുന്നു. അതാണ് കാര്യം. ഇനി വേറൊന്നും പോട്ടെ, മോള് വലുതാവുമ്പോഴെങ്കിലും യൂട്യൂബിൽ ഇത് കാലാകാലങ്ങളോളം കിടക്കുമല്ലേ? മോളുടെ ചെറിയ പ്രായത്തിൽ പാടി വീഡിയോ ഇവിടെ കിടക്കുമല്ലേ? എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തൂടെ? നമ്മുടെ ഒരു ചെറിയ പ്രായത്തിൽ ഏതെങ്കിലും ഒരു വീഡിയോയോ പാടുന്ന ഇതോ നമുക്കുണ്ടോ? ഒരു 10ാം ക്ലാസ് വരെ ഒരു പേപ്പറിൽ ഒരു ഫോട്ടോ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പത്തെ പിള്ളേർക്ക് അവരുടെ ജനിച്ചപ്പോ തൊട്ട് യൂട്യൂബിൽ വയറ്റി കിടക്കുന്ന വരെ ഫോട്ടോയും വീഡിയോ കാണാൻ കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതൊക്കെ വലിയ ഭാഗ്യം. അത് നിങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഓക്കെ, സൂപ്പർ. So we are giving you 96 out of 100. Thank you sir. ആടി ഒരു എയർ ഹോസ്റ്റസ് പുകുതി. All the best. കണ്ണൂരിൽ നിന്നും പാട്ടിന്റെ പൂക്കാലം ഒരുക്കാനെത്തുന്ന നമ്മുടെ മിടുക്കൻ പാട്ടുകാരൻ സൂര്യകാന്ത് എത്തുന്നു. വെൽക്കം സൂര്യക്കുട്ടൻ ഓൺ സ്റ്റേജ്. കാന്താ ഓടിവായോ കാന്താ ഓടിവായോ. സൂര്യകാന്ത, നീ വല്ല അറിഞ്ഞോ? നീ വൈറലായിടാ. നമ്മള് തമ്മിലുള്ള രാഗം അങ്ങോട്ടും കൂടെ ചോദിച്ച ഞാനും സൂര്യകാന്തനും ഞാനും സൂര്യകാന്തനും തമ്മിലുള്ള ഒരു രാഗം അങ്ങോട്ടും കൂടെ പറഞ്ഞതില്ലേ? അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം എല്ലാം ഷെയർ ചെയ്തു. ഫ്ലവേഴ്സിന്റെ ഇതിലും നീ ഇപ്പൊ ഒരു കച്ചേരിക്കാരനായിട്ട് മാറി. എന്റെ അമ്മ വിളിച്ചു പറഞ്ഞു വീട്ടിൽ വന്നിട്ട് കൊറേ ആള് കാണാൻ വരുന്നുണ്ട്. ആണോ? അപ്പൊ ഇനിയിപ്പോ കൊറേ പേര് വന്നിട്ട് സൂര്യകാന്ത് ഉണ്ടോ? ഉണ്ടല്ലോ. അല്ലെ, എനിക്ക് ആ ഹംസത്തിനെ ഒന്ന് പഠിപ്പിച്ചു, ആ സൂര്യകാന്ത് ഒന്ന് പഠിപ്പിച്ചു. അപ്പൊ ഇവൻ പറയും ഇല്ല ഞാന് ഇന്നത്തെ ദിവസം പഠിപ്പിക്കും. മോനെ, ഞാൻ 2-3 കാര്യം പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ? എന്താണ്? അകാരം, പിന്നെ നമ്മള് അക്ഷരസ്ഫുടത, പിന്നെ കൃത്യമായിട്ട് താളം, ശ്രുതി, പിന്നെ വേണ്ട ഈ പിടുത്തം ഉണ്ടല്ലോ, അത് വേണ്ട. നമ്മുടെ ഈ സംഗീതത്തിന്, സിനിമാ പാട്ടിന് അങ്ങനെ വരും. ഈ ഒരു ഇങ്ങനത്തെ അവനൊരു സൗകര്യമായിരിക്കും ചിലപ്പോ അങ്ങനെ പിടിക്കുന്നത്. അല്ല, ഈ പഠിപ്പിക്കുന്ന സാറ് പഠിപ്പിക്കുമ്പം ഏത് കീർത്തന പഠിക്കുന്നത്? മരിവേരെ ദിക്കവെറോ. ലതാങ്കിയാണോ ഷൺമുഖപ്രിയാണോ? അപ്പൊ അത് പഠിക്കും ഇങ്ങനെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ക്ലാസിക്കൽ നന്നായിട്ട് പഠിക്കുകയും
അറിവുള്ള ഒരു കണ്ടസ്റ്റന്റ് നമുക്കുള്ളതിൽ ഒരു അഭിമാനമുണ്ട്. അപ്പൊ ഇന്ന് ഏതാണാവോ? കളിപ്പാട്ടമായി കൺമണി, അതല്ലേ? ദാസേട്ടൻ ഇത് പാടുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. AVMG സ്റ്റുഡിയോ. ഇതിന്റെ പ്രൊഡ്യൂസർ അഷ്റഫ്, അബുദാബി. ഈ പടം ഡയറക്റ്റ് ചെയ്തത് വേണു നാഗവള്ളി. ഒരുപാട് ഓർമ്മ. മോനെ അപ്പൊ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. മ്യൂസിക് രവീന്ദ്ര മാസ്റ്റർ, ലിറിക്സ് ബിച്ചു തിരുമല സാർ. സിനിമ കളിപ്പാട്ടം, ഇയർ 1995. ശരി, ദാസേട്ടൻ പാടിയത്. അതെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. All the best. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. നെഞ്ചിലെ മോഹമാം ജലശയ്യയിൽ നിൻ സ്വരക്കൂടു കൂട്ടുന്നു ഞാൻ ദേവി. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. പൈതലേ മോഴിയിലുതിരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ. മലർനിലാവിൻ പൈതലേ മോഴിയിലുതിരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ. മനപ്പന്തലിൻ മഞ്ചലിൽ മൗനമായി നീ മയങ്ങുന്നതും അറിയാതെ നിന്നിൽ ഞാൻ വീണലിഞ്ഞു. ഉയിർപ്പൈങ്കിളി എന്നുമീ യാത്രയിൽ നിൻ നിഴൽ പാടു ഞാനല്ലയോ. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. നീഴിച്ചിരാതിൻ കുമ്പിളിൽ പറന്നു വീഴുമെന്നനുത്ത സ്നേഹത്തിൻ തുമ്പികൾ. തുടിക്കുന്ന നിൻ ജന്മമാം ചെല്ലുപാത്രം തുളുമ്പുന്നതെൻ പ്രാണനാം തൂമരന്തം. ചിരിച്ചിപ്പി നിന്നിൽ കണ്ണീർ കണം ഞാൻ. ഉഷസന്ധ്യതൻ നാളമീ നിന്റെ മുന്നിൽ വഴിപ്പൂവു ഞാനോമനേ. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. നെഞ്ചിലെ മോഹമാം ജലശയ്യയിൽ നിൻ സ്വരക്കൂടു കൂട്ടുന്നു ഞാൻ
കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ ഈ ജന്മമേകുന്നു ഞാൻ. സൂര്യകാന്ത, എന്തോ മക്കള് നല്ലൊരു അറ്റംപ്റ്റ് ആണ്. അതായത് നല്ലൊരു പ്രയത്നമുണ്ട് ഇതിനകത്ത്. Thank you. കുറേ സ്ഥലങ്ങൾ നന്നായിരുന്നു. പക്ഷേ മോന് ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് റെക്കോർഡ് ചെയ്യണം. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാടിയത് എന്താണ് എന്ന് ഞങ്ങൾ പറയുന്നതിനുപരി ഞങ്ങൾ പറയും, പല സജഷൻസും പല ഭാഗങ്ങളും ഒക്കെ പറയും. സ്വയമായിട്ട് ഞാൻ പാടിയതിൽ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അതിനൊരു വഴിയും കൂടെ ഉണ്ട്. മോൻ പാടുന്നതിന് മുമ്പ് ജസ്റ്റ് ഫോണിലൊന്ന് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുക. എന്നിട്ട് ആ റെക്കോർഡും കേൾക്കുക. ഏത് ശരിക്കുള്ള ദാസേട്ടൻ പാടിയത്, ആ പാടിയത് എങ്ങനെയാണെന്ന് കേൾക്കുക, മോൻ പാടിയത് എങ്ങനെയാണെന്ന് കേൾക്കുക, ഒന്ന് കമ്പയർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് വന്ന് പഠിക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തും ചോദിക്കാം സംശയം ഉണ്ടെങ്കിൽ. കാര്യം ഇത് പറയുന്നത് മോനൊരു അസാധ്യ സിംഗറാണ്. Thank you, sir. മോന അപ്പർ റേഞ്ചിലൊക്കെ പോയിരിക്കുന്നത് കൃത്യമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അത് ഇതെല്ലാവരുടെയും മനസ്സിൽ ഹൃദയസ്ഥമായിരിക്കുന്ന ഒരു പാട്ടാണ്, തറച്ചു കയറിയിരിക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അതിനകത്ത് കുറേ ഭാഗങ്ങൾ മോൻ അതിന് മിസ് ചെയ്തു. ആ ഒരു എലിമെൻ്റ് ഉണ്ടല്ലോ അതിൻ്റെ സത്തായിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നിട്ട് കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. അതാണ് എൻ്റെ സംഭവം. നെഞ്ചിലെ മോഹമാ ജലശയ്യയിൽ നിൻ സ്വരക്കൂട് കൂട്ടുന്നു ഞാൻ. ദേവി കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. ഈ ഒരു പ്രസൻസ് ഇതിങ്ങനെ കറക്റ്റായിട്ട് വരുമ്പോഴാണ് ചേട്ടാ ഞങ്ങളൊക്കെ കുളിര് കോരി കേട്ടോ. അല്ല, ഈ ചേട്ടൻ തമാശയും പാടിയിട്ട് കാര്യങ്ങളും ശ്ശോ. ഇതൊക്കെ പറയുമ്പോ നമുക്കൊന്നും നമ്മുടെ ഇടയിലേക്ക് അങ്ങനെ ഇരിക്കുന്ന ഒരു പക്ഷെ ശ്ശോ, നമ്മൾ ചിലപ്പോൾ ഭയങ്കര റേഡിയോയിലും ടിവിയിലും അങ്ങനെയൊക്കെ പണ്ട് തൊട്ടേ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കേ, ഈ തമാശയും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഓരോന്ന് കളിച്ചിരിച്ച് പറയുന്ന ആളുടെ പാട്ട് തന്നെയാണ് നമ്മള് ഇത്ര പണ്ട് തൊട്ടേ കേട്ടോണ്ടിരിക്കുന്ന ആള്. ഈ നടുക്കിരിക്കുന്ന ഈ മനുഷ്യൻ ഒരു ലെജൻഡ് ആയിരുന്നല്ലേ, ഈ ലെജൻഡിനൊപ്പമായിരുന്നല്ലേ നമ്മൾ ഈ ലെജൻഡുകൾക്ക് ഇങ്ങനെ കളിച്ചു തിരിച്ച് പറയാൻ പറ്റുള്ളൂ അല്ലേ ചേട്ടാ? മക്കളെ ഇത്രേ ഉള്ളൂ. കാരണം ഇതിന്റെ സംഗതികളൊക്കെ ഈ രീതിയിൽ മോൻ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കണം. മോന് പറ്റും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മലർനിലാവിൻ അവിടെയൊക്കെയുള്ള സംഗതികളുണ്ടല്ലോ, അത് പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് വന്നാൽ കുറേ ഭാഗം മോൻ നന്നായിട്ട് പാടി. പിന്നെ അതുപോലെ തന്നെ എടുക്കുന്നത് മിഴിച്ചിരാതിനില്ലേ, അന്ന് പാടിക്കും മോനെ. മിഴിച്ചിരാതിൻ ആ അവിടെ ഒരു നോട്ട് മിഴിച്ചിരാ ചിരാ ചിരാ മിഴിച്ചിരാതിൻ കുമ്പിളി. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, പാടിക്കും. മിഴി അത്ര സ്പേസേ ഉള്ളൂ. മിഴിച്ചിരാതിൻ കുമ്പിളി പറന്നു വീഴുമെൻ ആ ഗ്ലൈഡ് വരണം. അതാണ് രവീന്ദ്രൻ മാഷിന്റെ സ്റ്റാമ്പ്. താനെ താനെ നീ താനെ നീ തരീരാരാരാ തരരാരാ താരരീ. അത് അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ മോന് വേണമെന്നുണ്ടെങ്കിൽ സംഗതികൾ കൂടുതൽ ഇതാണ്, മനോധർമ്മം വന്നാലിടാം കേട്ടോ. എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്യണം. മോൻ പാടുന്നതിന് മുമ്പ് മോൻ പാടി സ്വയം മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് പാടിയാൽ മതി. യു ക്യാൻ. മോന് ചെയ്യാൻ പറ്റും. അത്രത്തോളം പൊട്ടൻഷ്യലുള്ള ഒരു കുട്ടിയാണ്. ഗോഡ് ബ്ലെസ് യു. സൂര്യക്കുട്ടാ എന്തോ അതേപോലെ അത് തന്നെയാണ് ഞാനും എഴുതി വെച്ചിരിക്കുന്നത്. മോൻ പാടിയതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ മണിച്ചിലമ്പിൻ കൊഞ്ചലെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ, ആ സംഗതിയല്ലേ കൊഞ്ചലേ, ആ സംഭവമൊക്കെ ഒരു ചെറിയ ഇങ്ങനത്തെ ഈ പൊട്ട് സംഗതി. അതുപോലെ ഈ മിഴിച്ചിരാതിൻ ആ സംഭവം
സാനി പഗസ നീ പനി സഗ പദ എന്ന് വരണം. അപ്പൊ അവിടെ ആ ഒരു കുറച്ച് സ്വരങ്ങൾ ആ ഒരു അവരോഹണത്തില് ഒഴിച്ചു മാറ്റിയിട്ട് ജസ്റ്റ് ഒരു ഒരു 5 സ്വരമായിട്ട് അദ്ദേഹം അവിടെ അത് കമ്പോസ് ചെയ്തിരിക്കുക. അത് പാടാൻ ബുദ്ധിമുട്ടുമാണ്. അപ്പം അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് ഒന്നുകൂടെ മോൻ അത് നോക്കിയിരുന്നെങ്കിൽ അത് സൂപ്പറായിട്ട് പാടാൻ പറ്റിയേനേം തോന്നുന്നു. പാടുമ്പോഴത്തേക്ക് മോനിപ്പോൾ അറിയാലോ അതിൻ്റെ ഇതെല്ലാം അറിയാലോ. അത് നോക്കിയിട്ട് ഒന്നുകൂടെ പല പ്രാവശ്യം അത് പാടി നോക്കിയാൽ മതി. മോന് അസാധ്യമായ ടാലൻ്റുള്ള ഒരു മിടുക്കനായ ഒരു സിംഗറാണ്. അപ്പോൾ ഇനി ഒരുപാട് മോൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അപ്പോൾ മോൻ ഒരുപാട് നല്ല സിംഗറായിട്ട് ഈ വേദിയിൽ തന്നെ ഉയർന്നു വരണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറയണം കേട്ടോ മക്കളെ. ഗോഡ് ബ്ലെസ് യു. ഉറപ്പായിട്ട് ഉയർന്നു വരും സൂര്യകാന്ത്. ഞാൻ സീസൺ 5 പറ്റി ആദ്യമായിട്ട് ഞാൻ കാണുന്ന ചേച്ചിയുടെ പ്രൊഫൈലിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മത്സരിച്ച് പാടുന്ന കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ചേച്ചി ചോദിക്കുന്ന എല്ലാ ഔട്ടുമിക്ക എല്ലാ രാഗങ്ങളും തിരിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തേക്ക് എൻ്റെ പൊന്നി കുഞ്ഞു കൊച്ച് ഓഡീഷന് വന്നൊരു കൊച്ച് ഫൈനലിൽ പോലും ആയില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അത്രയും ക്ലാസിക്കലിൽ അത്രയും നോളജ് ഉള്ള ഒരു ഗുരു, രണ്ടുപേര് അത്രയും നോളജ് ഉള്ള ഒരു ഗുരുവാണ്. എനിക്കറിയാം മിനി ചേച്ചി എൻ്റെ ഗുരുവും കൂടിയാണ്. അപ്പോൾ അതപ്പം തന്നെ എനിക്ക് മോനെ മനസ്സിലായി. അപ്പം തന്നെ എനിക്ക് ഇതിൽ ടോപ്പ് സീസൺ 5 വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പിള്ളേരായിരിക്കുന്നു എനിക്ക് ആദ്യം കാണിച്ചു തന്നാൽ ഞാൻ മോനിലൂടെയാണ് സീസൺ 5 എന്താന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇത് രസമായിട്ട് പാടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തകർക്കണം. നമുക്ക് വളരെ ദൂരം നമുക്ക് പോകേണ്ടതുണ്ട്, അതിവേഗം ബഹുദൂരം. അതെ. We are giving you 93 out of 100. Thank you, sir. Okay. ആടി ഒരു കാന്തപ്പൂക്കുറ്റി. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ നമ്മൾ ഒരുപാട് കാത്തിരുന്ന പോലെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി, ഒരുപാട് സന്തോഷത്തോടു കൂടി ഇവിടെ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെയും പ്രിയപ്പെട്ട ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിനെ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സർ, വെൽക്കം. ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് വിജയൻ ചേട്ടൻ. അതുപോലെ തന്നെ ആദ്യം ദുബായിൽ കൊണ്ടുപോയത് വിജയൻ ചേട്ടനാണ് ഷോയ്ക്ക്. വിജയൻ ചേട്ടൻ കൊണ്ടുപോകാത്ത ആർട്ടിസ്റ്റുകൾ വളരെ വിരളമായിട്ടേ ഉള്ളൂ. അതെ, വല്ലോ എന്നെ പോലെ അങ്ങനെയൊക്കെ 1-2 പേരൊക്കെ വരുന്നതിന് മുമ്പ് നിർത്തി. കാരണം ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച ഒരു വ്യക്തിയാണ്. കാരണം സംഗീതത്തിന് വേണ്ടിയും രചനയ്ക്ക് വേണ്ടി ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ട് ഫീൽഡിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരു വ്യക്തിയാണ് വിജയൻ ചേട്ടൻ. പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കേട്ടേക്കുന്ന കാസറ്റ് അല്ലെങ്കിൽ ആൽബംസ് അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡക്ഷൻസ് കമ്പനി അല്ലെങ്കിൽ പാട്ടുകൾ എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മലയാളിക്കും അറിയാവുന്ന ഒരേ ഒരു പേര് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്നുള്ളൊരു വലിയൊരു ബ്രാൻഡാണ്. മാത്രമേ ഉള്ളൂ. കാരണം ഒരു ഷോ നടത്തിയിട്ടുണ്ടെങ്കിൽ ദുബായിൽ ഇത്രയും അധികം ഷോ നടത്തിയിട്ടുള്ള ഒരൊറ്റ കമ്പനിയേ ഉള്ളൂ. ബാക്കി എല്ലാവരും 1-2 ഒക്കെ നടത്തും. അത് നഷ്ടമാകുമ്പോൾ പൂട്ടി അങ്ങ് വീട്ടിൽ പോകും. ഇത് നഷ്ടമായാലും വീണ്ടും നടത്തും. ഇല്ലേ ചേട്ടാ? എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരുപാട് നാളിന് ശേഷം കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ എന്താണ് ചേട്ടാ ഈ സിനിമയെ കുറിച്ച് എന്തെങ്കിലും ഒരു 2 വാക്ക്? ഈ സിനിമ ഒരു ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിലുള്ളതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആസ്വാദനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു നിലവാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് ഇനി ബാക്കി പ്രേക്ഷകർ വിലയിരുത്തേണ്ടതാണ്. പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ ഒരു സഹായവും സഹകരണവും ഒക്കെ അതിന് വളരെ വലുതാണ്. ഒരിക്കലും ആളെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ആത്മാർത്ഥമായ. അതെ, ഇതുവരെ വിജയൻ ചേട്ടൻ അങ്ങനെ നിരാശപ്പെടുത്തിയിട്ടില്ലല്ലോ. ഒരു പാട്ടായാലും ഈസ്റ്റ് കോസ്റ്റിന്റെ ഒരു ബാനർ വെച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇതുവരെ നിരാശപ്പെട്ടിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഈ പടവും നമ്മൾ ആ ഒരു ഇതിലൂടെ പോകും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒരൊറ്റ സംശയം കൂടെ, ഇവിടെ നമ്മുടെ നായകനൊക്കെ പറയായിരുന്നു ഈ വിജയൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പ്രണയമാണ് ഇഷ്ടം. പ്രത്യേകിച്ച് ആ ആൽബം ഉണ്ടല്ലോ നിനക്കായി ആദ്യമായി. ഞാൻ ഇനി പറയും.
അല്ല എന്നെ നിനക്കായി കൊണ്ട് പറയിക്കല്ലേ. അല്ല ഞാൻ പറയട്ടെ, ഇങ്ങനെ ഈ പ്രണയ ഗാനങ്ങളിലൂടെ ഇങ്ങനെ അങ്ങ് വന്ന് ഇങ്ങനെ അങ്ങ് പറയിപ്പിക്കരുത്. എന്താ അത് അതെ, അതൊക്കെ അദ്ദേഹം പറയും. അദ്ദേഹത്തോട് അല്ല എന്തോ ഒരു ഉണ്ട് ഇങ്ങനെ ഒരു നഷ്ടപ്രണയമാണോ? വേറെ കാര്യമുണ്ട്. ഈ നമ്മളൊരു കലയുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഒരു പ്രണയം വേണം മനസ്സിൽ. വേണം. പാട്ടായാലും കവിത എഴുതുകയാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലത്തെ ഷോസ് നടത്തുകയാണെങ്കിൽ എല്ലാത്തിനകത്തും ഒരു പ്രണയം വേണം. അങ്ങനത്തെ പ്രണയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അമിത് സാറിന് അത് ഇങ്ങനെ പ്രണയിക്കൊന്നുമില്ല. ഇതിനകത്ത് തന്നെ ഒരു പാട്ട് കൊണ്ട് പ്രണയിപ്പിച്ചു. ആണോ അമിത്തെ? മോശ പാടിയില്ലേ? നല്ലോണം പാടും, മലയാളം പാടും അപ്പൊ നല്ലോണം. നമുക്കൊന്ന് മോശയുടെ പാട്ട് കേൾക്കണ്ടേ? പിന്നെ 4 വരി കേൾക്കാം. 4 വരി കേൾക്കാം. Old sirs, I mean album song or the Chitini song? എനിത്തിങ്. ആരുണി ആരുണി ആരാനുനി ആരുണി ആരുണി ആരാനുനി ആരാനുനി നിക്കോ മലേ ആരാനുനി നിക്കാരോ മലേ ചിന്തങ്ങളിൽ രാഗസ്വപ്നങ്ങളിൽ എന്നിയേതിൽ നിന്നുണർത്തും വികാരമേ ആരുണി ആരുണി ആരാനുനി ആരുണി ആരുണി ആരാനുനി. ഗുഡ്. റിമിക്ക് മനസ്സിലായോ? എന്തോ ഇപ്പൊ മനസ്സിലായോന്ന് ചോദിച്ചാ? പ്രണയം ഞാൻ അന്നത്തേക്ക് കുറച്ച് എന്റെ മനസ്സിൽ ഞാൻ ആ പ്രത്യേകിച്ച് അത്രയും നമ്മുടെ മനസ്സിൽ ആ സമയത്തൊക്കെ എത്ര കേട്ടും ഇങ്ങനെ വീണ്ടും കേൾക്കുകയും എന്തെങ്കിലും ആ സമയത്ത് പ്രണയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഈസ്റ്റ് കോസ്റ്റിന്റെ പാട്ട് പോയി തപ്പിപ്പിടിച്ച് ഏങ്ങലടിച്ചിരുന്ന് കരഞ്ഞ് വീണ്ടും അടുത്ത ആൽബം വരും, അപ്പൊ വീണ്ടും ഏങ്ങലടിക്കും, പുതിയ പ്രണയം വരും, അപ്പൊ ഈസ്റ്റ് കോസ്റ്റിന്റെ പാട്ട് എടുക്കും. ഇത് ചേട്ടൻ എഴുതിയതാണ്. ഇപ്പൊ കേട്ട പാട്ട്. അത് ആരെ കുറിച്ചാണെന്നറിയോ? റിമിയെ കുറിച്ച്. ആരു നീ എന്നെയായിരുന്നു. അതാണ് എന്നെ സ്നേഹിക്കുന്നുണ്ട് ആൾക്കാർ, പക്ഷെ ഞാൻ അറിയുന്നില്ല. അതാണ് എനിക്ക് പറ്റുന്ന പ്രശ്നം. എങ്ങനെയാണ് തിരിച്ച് ഞാൻ ചേട്ടന് വേണ്ടി വേറൊരു പാട്ട്. ജീവന്റെ ജീവനാം കൂട്ടുകാരാ സ്നേഹാമൃതത്തിന്റെ നാട്ടുകാരാ പോകരുതേ നീ അകലരുതേ എന്നെ തനിച്ചാക്കി മറയരുതേ. ഇതൊക്കെ എന്റെ ഒരു സമയത്ത് ഫേവറേറ്റ്. കൊറേ പേരെ ഫോണിൽ കൂടെ പാടിയതല്ലേ? അല്ല പിന്നെ ഈസ്റ്റ് കോസ്റ്റിലെ എന്റെ ഫേവറേറ്റ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടായിരുന്നു. അല്ല, എല്ലാവരുടെയും റിംഗ് ടോൺ ആയിരുന്നു ഇത്. അതെ. അല്ല, എല്ലാവരുടെ റിംഗ് ടോൺ വേറൊരു പാട്ടാ. നിനക്കായി തോഴി പുനർജനിക്കാം ഇനിയും ജന്മങ്ങളൊന്നു ചേരാ. അല്ലേ? ഇത് ഭയങ്കര ഹിറ്റ്. അതുപോലെ ഓർമ്മയ്ക്കായി ഇനിയൊരു സ്നേഹഗീതം ആദ്യമായി പാടുമിന്നാത്മഗീതം നിനക്കായി കരുതിയൊരിഷ്ടഗീതം രാഗസാന്ദ്രമം സ്നേഹഗീതം എൻ പ്രാണനിൽ പിടയുന്ന വർണ്ണഗീതം നിനക്കായി ആദ്യമായി ഓർമ്മയ്ക്കായി ഇനിയൊരു സ്നേഹഗീതം. അല്ല, കറക്റ്റ് അല്ല. എന്റെ ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ എടുത്ത് എങ്ങനെ ഇതിന് ഒരു നന്ദി പറയണമെന്ന് അറിയത്തില്ല. അയ്യോ ഇതൊക്കെ ഇപ്പൊ പാടി ഓർമ്മിപ്പിച്ചാൽ. എല്ലാരും ചിത്തിനി കാണണം. ഒരു ഫാമിലി ഓറിയന്റഡ് ഫിലിമാണ്, ഒരു ഹൊറർ ബേസ് ആണ്, അത്രേ ഉള്ളൂ. ഹൊറർ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ അങ്ങനെ പേടിപ്പിക്കുന്നതൊന്നുമല്ല, ഒരു വളരെ വ്യത്യസ്തമായ രീതിയിൽ അതിപ്പോൾ കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. അപ്പൊ എല്ലാരും കാണുക, അഭിപ്രായം പറയുക. ഫ്ലവേഴ്സ് TV-യിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇനിയുള്ള ഓരോ ദിവസവും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് ഇതിൻ്റെ വളർച്ച ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ചേട്ടൻ്റെയും പൂർണ്ണ സഹകരണം വേണം ഞങ്ങൾക്ക്. നമ്മളെ ഉണ്ടല്ലോ, ഇതിന് കാരണക്കാരൻ നിങ്ങളല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു അല്ല, എന്തിനും ഏതിനും ഒരു കാരണക്കാരൻ വേണമല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ കൈകോർക്കുന്നു. ഇനി പാട്ടുകൾ ഇഷ്ടം പോലെ പാടാം. നമ്മുടെ പാട്ടുകൾ മനസ്സ് നിറഞ്ഞ് പാടിക്കോളൂ. എന്നും
എല്ലാ ദിവസവും ഒരു 2, 3, 4, 5, 10 എത്ര പാട്ട് വേണേലും പാടും. താങ്ക് യു താങ്ക് യു സർ താങ്ക് യു. ആലപ്പുഴയുടെ പാട്ട് ചന്തവുമായിട്ട് നമ്മുടെ ഇശൽ കുട്ടി എത്തുന്നു. വെൽക്കം ഇശൽ ഓൺ സ്റ്റേജ്. ഇശൽ കുട്ടി, എന്തോ എന്താണ് ഈ തൊപ്പിയൊക്കെ വെച്ചോണ്ട് വന്നിരിക്കുന്നത്? അതൊരു ഷോയ്ക്ക് വെച്ചോണ്ട് വന്നു. അത് ശരി. അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? കണ്ണീർ മഴയത്ത്. ഞാനൊരു എന്നിട്ട് കൊട എന്തിയേ? അല്ല, കൊടയ്ക്ക് വരാ തൊപ്പി. ആ. അതുകൊണ്ടാണ് കൊച്ചു തൊപ്പിയിട്ടുണ്ട് വന്നത്. ഇപ്പോഴല്ലേ മനസ്സിലായത്. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ തൊപ്പി ചൂടി. അവിടെ ചിരി നല്ല ചിരിയാണ്, ക്യൂട്ട് സ്മൈൽ. താങ്ക് യു. എനിക്കിപ്പോ കണ്ടപ്പോ ഒരു മഞ്ജുവാരുടെ ലക്ഷണം. ഞാനോ? ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് സൈക്കിളിലൊക്കെ പോകുന്നു. ചൂളമടിച്ച് കറങ്ങി നടക്കും ഇശൽ കുട്ടി. എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എനിക്കങ്ങ് തോന്നി. ഇപ്പൊ എന്ത് ചെയ്യാനാ, തോന്നിപ്പോയി. ഗസൽ എന്ത് പറയണു? ഗസൽ ഉറങ്ങുക. ഗസൽ ആരാ? അനിയൻ കൊച്ചോ? അനിയൻ കൊച്ച്. വെറൈറ്റി പേരല്ലേ എല്ലാം. ഞാൻ ഫസ്റ്റ് ടൈം അതന്നെ കാണാൻ പറ്റുന്നില്ലടാ. അല്ലയോ റിമിയാന്റെ അല്ലയോ? റിമിയാന്റെ കാണുമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ സമന്ത മാറി നിൽക്കും. എന്റെ പൊന്നി ചേച്ചി, എന്നെ ആൾക്കാരെ കൊണ്ട് ചേച്ചി നമ്മള് വളരെ സന്തോഷമില്ലേ? സമന്ത ഫാൻസ് ഒക്കെ കണ്ടാണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് കാണുമല്ലോ, പരിചയപ്പെടട്ടെ ഒന്ന്, അതുകൊണ്ട് ചോദിക്കുന്ന. എന്റെ വീട്ടിലെ എല്ലാരും പറയാറുണ്ട് റിമിയാന്റെ കണ്ട് തുള്ളി ഡാൻസ് കളിച്ചു പഠിക്കണമെന്ന്. തുള്ളി കളിച്ച മോളെ പാട്ടിന്റെ ഇടയിൽ ശ്വാസം കിട്ടാണ്ടൊന്നും പോയിട്ട് അസൽ റിമിയാന്റെ കണ്ട് കളിച്ചിട്ട് എല്ലാം പോയെന്ന് പറയുന്നത് കേട്ടാ. അത്രേ റിമിയാന്റെ തുള്ളിയാലും സൂപ്പർ ആയിട്ട് പാടി അത് കറക്റ്റ് ആയിട്ട്. ഓ എന്റെ ഗുരു എന്നെ പിന്നെ ഗുരു എന്നെ പിടിച്ചങ്ങ് ഞെരിക്കുക. റിമി പാടും, ഡാൻസ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ അത് കണ്ട് അനുകരിച്ചു കഴിഞ്ഞാൽ മോളെ പാട്ട് കയ്യിൽ നിന്ന് വിട്ടു. തൽക്കാലം പാടുക, എന്നിട്ട് ഡാൻസ് ഒക്കെ ചെയ്യാം, എന്നിട്ട് പിന്നെ രണ്ടും കൂടെ ചേർത്തിട്ട് റിമിയാകാം. മനസ്സിലായി? ശരി, ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. മ്യൂസിക് മോഹൻ സിത്താരാങ്കിൾ, പിന്നെ ലിറിക്സ് യൂസഫ് അലി കച്ചേരി അങ്കിൾ. പിന്നെ സിനിമ പിന്നെ ജോക്കർ തന്നെ അല്ലെന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെ പാടിയത് ദാസേട്ടൻ. ദാസേട്ടൻ തന്നെയാണോ? തന്നെ ഉറപ്പാണോ? ആണ്. പിന്നെ രാഗം സിന്ധു ഭൈരവി. നോ തന്നെ അത് ഇവിടെ സമ്മതിക്കത്തില്ല. പാടാ അല്ലേ? എന്നാ പാടിയാലോ അല്ലേ? ഡി ആണ് ശ്രുതി. അതും അതില്ല ഇവിടെ, തീർന്നു പോയി. ABC ഉണ്ട്. സി ഷാർപ്പ് മതി. അതും ഇല്ല. ഇപ്പൊ ഇത്രയും കുട്ടികൾ വന്നില്ലേ, അവസാനായില്ലേ? എല്ലാരും വാങ്ങിക്കൊണ്ടുപോയി. നിങ്ങളുടെ ഇപ്പൊ ഏതാ ഉള്ളത്? എഫോ? അങ്ങനൊന്നും ഇല്ല. കൊച്ചിന് ബി മതിയില്ലേടാ. മോക്ക് ബി വേണോ ബി ഫ്ലാറ്റ് വേണോ? രണ്ടും വേണ്ട, ഫ്ലാറ്റ് മതി. എനിക്ക് ഏതെങ്കിലും ശ്രുതി മതി. അങ്ങനെ വരട്ടെ. അപ്പൊ ഏതെങ്കിലും ഒരു ശ്രുതി മതിയല്ലോ. ഒരു W ഇട്ട് കൊടുത്തേ. ഓൾ ദി ബെസ്റ്റ്. W. താങ്ക് യു. മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. നോവിൻ കടലിൽ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ വാരി. മുള്ളുകളെല്ലാം തേന്മലരാക്കി മാറിലണിഞ്ഞോ ഞാൻ. ലോകമേ നിൻചുടിയിൽ ചിരി കാണാൻ കടൽ വീണമീട്ടി പാട്ടുപാടാം. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി.
ചൂടി കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. ഞാനൊരു ചിരിയുടെ കുട ചൂടി നോവിൻ കടലിൽ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ വാരി മുള്ളുകളെല്ലാം തേന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ. ലോകമേ നിൻ ചുടിയിൽ ചിരി കാണാൻ കടൽ വീണമെന്നി പാട്ടുപാടാം. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. ഇശൽകുട്ടി അതിമനോഹരമായിട്ട് പാടിയിട്ട കുറെ ഭാഗങ്ങള് കലക്കി വിട്ടു. ആ സംഗതികളൊക്കെ ഗംഭീരമായിരുന്നു. വേറൊന്നുമില്ല, ഒരു ഓ എന്നുള്ളതിന്റെ സംഗതി കുറച്ച് പകുതിക്ക് വെച്ച് കട്ടായോ എന്ന് എനിക്ക് സംശയമുണ്ട്. അനുപല്ലവിയില് കട്ടായോ? മനഃപൂർവ്വം ആക്കിയതാ? അല്ല, ആ അവിടെ നിന്നുപോയി. അതെന്താ അങ്ങനെ ശരിക്കും പാടിയ തുടക്കത്തിലെ അങ്ങ് കണ്ണു കിട്ടണ്ടാന്ന്. മോഹൻ സിത്താര എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ മോഹൻ എന്നാ വിളിക്കുന്നത്. മോഹന് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്താണ്, V1 ഓർക്കസ്ട്ര എന്ന് പറയും. അപ്പൊ ഞങ്ങൾ ഈ ഗാനമേളയ്ക്ക് പോകുമ്പോഴത്തേക്ക് ടെമ്പോ വാനിൽ പോകുമ്പോൾ ഞങ്ങൾ എപ്പോഴും ബാക്കിലിരിക്കും. മോഹനും ഞാനും ഒക്കെ ഇങ്ങനെ ബാക്കിലിരിക്കും. പുള്ളി അവിടെ നിന്ന് ചിലപ്പോൾ രാത്രിയിൽ 2 മണിയൊക്കെ ആയിരിക്കും ഗാനമേള കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്നൊക്കെ പാടും. അപ്പൊ ഞാൻ എന്താ പുള്ളിക്ക് പെട്ടെന്ന് സംഗീതം വരുന്നതാ, മ്യൂസിക് വരുന്നതാണ്. അപ്പൊ അന്നേ ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഒരു എന്താണ് പറയുന്നത് ആകാനുള്ള ആഗ്രഹവും പിന്നെ പല ഐഡിയാസും ഉണ്ടായിരുന്നു. ബേസിക്കായിട്ട് വയലിനിസ്റ്റ് ആണെന്നുള്ളേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു നല്ല ചാൻസ് കിട്ടി. 1 മുതൽ 0 വരെ മനോഹരമായിട്ടുള്ളൊരു പാട്ട്, രാരി രാരിരമരാരോ. അത് വേണുഗോപാലും പുള്ളിക്കും ഒരു ടേക്ക് ഓഫ് ആയിരുന്നു ആ പാട്ട്. അപ്പൊ മോഹന്റെ നല്ലൊരു പാട്ട് മോള് നല്ല രീതിയിൽ തന്നെ പാടി കേട്ടോ, നല്ല രസമായിട്ട് പാടി. ഇനി പോകെ പോകെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് ഞാനൊരു കുട ചൂടി ഇങ്ങനെ വരുന്നു, കുട ചൂടി താഴോട്ട് പോകണം. ഞാനൊരു കുട ചൂടി ഇതെന്ന് പറഞ്ഞാൽ പ്രൊഫഷണലിസം ആണ് അങ്കിൾ പറയുന്നത്. എപ്പോഴും നോക്കണം, ഈ പ്രൊഫഷണൽ സിംഗേഴ്സ് പാടുമ്പോഴത്തേക്ക് ഈ തുടക്കവും അവസാനവും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. മോളെല്ലാം പാടുന്നുണ്ട്. ഈ ലാൻഡിങ് നോട്ട്സ് വരുമ്പോഴത്തേക്ക് അതൊന്ന് പാടിക്കും, ജസ്റ്റ് അത് മാത്രം ഒന്ന് പാടിക്കും, നീട്ടി ഒന്ന് പിടിച്ചാൽ. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. കറക്റ്റ്, നമ്മൾ തന്നെ പെയ്ഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇശൽകുട്ടി എന്തോ ഇശൽകുട്ടി നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു. ഒരു നല്ല ഒരു സോങ് സെലക്ഷൻ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, മോഹൻ സിതാര സാറിന്റെ തന്നെയല്ലേ ആലില കണ്ണ അല്ലേ? അല്ലേ? അദ്ദേഹം അതും ഈ സിന്ധുഭൈരവി രാഗത്തിൽ തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. ഭയങ്കര നന്നായിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ പാടിയത്. മോൾക്ക് ഇവിടെ ഇതിനകത്ത് എനിക്ക് ആ അനുപല്ലവിയിലെ ആ ഒരു കടലിൽ പുഞ്ചിരിപ്പൊൻ തിരുമാല അവിടെ മാത്രം ഒരു ശ്രുതി പ്രോബ്ലം തോന്നിയുള്ളൂ. ബാക്കി മോള് നല്ല സൂപ്പറായിട്ട് പാടി കേട്ടോ. ഇതൊരു ഈ സിന്ധുഭൈരവി രാഗം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം കച്ചേരിക്കൊക്കെയാണ് എൻഡ് ചെയ്യണത് ഒരു സംഗതി പിടിച്ചിട്ടാ. എപ്പോൾ സിന്ധുഭൈരവി പാടിയാലും ഒരു നമ്മൾ ലാ 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 നിർത്തൂലേ. ഫോർ എക്സാമ്പിൾ ജപത ജപത ഹരിനാമ
മനുജാ ജപത ജപത ഹരിനാമ മനുജാ ജപത ജപത ഹരിനാമ മനുജാ ജപത ജപത ഹരിനാമ മനുജാ ജപത ജപത ഹരിനാമ മനുജാ ജപത ജപത ഹരിനാമ മനോജാ ജപത ജപത ഹരിനാമ ഇങ്ങനെ നിർത്തും. ഭജ ഭജ മാനസ ഹരിമനവരദം ഭജ ഭജ മാനസ ഹരിമനവരദം ഭക്തപരായണം നമ്മുടെ രാജാ സാറിന്റെ ഒരുപാട് മുത്തുമണിമാല തൊട്ട് തൊട്ട് താലാട്ട് വെക്കത്തിലെ ചേര താലാട്ട് നിന്ന താനാന അല്ലെ എന്തോരം ഒരുപാട് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ജംഗിളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരാഗ്രഹം. പറഞ്ഞു. ജംഗിളിൽ നിന്ന് ഹഗ് ചെയ്യണം. അയ്യോ ചെല്ലു ഞാൻ ചേട്ടാ വിചാരിച്ചൊരു പാട്ട് പാടാൻ പറയാ. ഇഷ്ടം ഇഷ്ടം എനിക്കിഷ്ടം ഇഷ്ടം മണിത്തിങ്കൾ കിടാവിനെ എനിക്കിഷ്ടം. ഇശൽ കുട്ടി അയ്യോ അതാ ക്യൂ ഈ പിള്ളേർക്കും കൂടെ കെട്ടിപ്പിടിക്കണം. ചെല്ലു ചെല്ലു ക്യൂ പിടിയാ. ഇതൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ മക്കളാ ചേട്ടാ. പക്ഷെ എത്ര പേരുണ്ടായാലും ഇവിടെ വരണ മക്കൾക്കെല്ലാം ഞങ്ങൾ ഒരു നിമിഷം ഈ ടോപ്പ് സിംഗർ ഞങ്ങൾക്ക് MG ശ്രീകുമാറങ്ങളിനെ കാണണം, അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കണം എന്ന് പറയുന്ന ചേട്ടനോടും ചേട്ടനൊരു കുഞ്ഞായി എന്ത് വേണം സാറേ? അല്ല ഇത് ഞാൻ പറയട്ടെ, ഒരു നാഷണൽ അവാർഡിനെക്കാട്ടി വലിയൊരു മഹത് കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. വേറൊന്നുമല്ല, ഈ കുഞ്ഞുങ്ങളൊക്കെ എന്നെ തൊടണമെന്നും കെട്ടിപ്പിടിക്കണമെന്നും പാട്ട് പാടണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്നല്ല 1000 പിള്ളേരെ അങ്ങ് തന്നേക്കോ ഈ ജന്മത്തില്. മതി മതി. ഭഗവാൻ പിന്നെ എന്ത് വേണം? ഹാപ്പി ആയോ? അയ്യടാ സോ സ്വീറ്റ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നൊരു പാട്ട് പാടിയല്ലോ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ പുൽമേട്ടിലോ പൂങ്കാറ്റിലോ എങ്ങു പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. We are giving you 97 out of 100. Thank you. ആടി ഒരു സുന്ദരി പൂക്കുറ്റി. കുളരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ. വായു 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 വായു, ഒരു ചെറു മഞ്ഞു നീർത്തുള്ളിയായി മലരിനെ ഉമ്മ വെച്ചിടുവാൻ. വായു 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 വായു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ താൽക്കാലികമായി നമ്മൾ നിർത്തുകയാണ്. നാളെ നമ്മൾ വീണ്ടും ഒരു എപ്പിസോഡായി വരും അല്ലേ? അതെ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രേക്ഷകരെ പോലെ തന്നെ നമ്മളും ഒരുപാട് എൻജോയ് ചെയ്തു. അതെ. അപ്പോൾ അടുത്ത എപ്പിസോഡായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.